നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ പൊഴി, അതായത് കായലിൽ നിന്നും നമ്മുടെ നദികളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തെ കടലിലേക്ക് കടത്തിവിടുന്ന പൊഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കേട്ട ഈ പ്രളയം രൂക്ഷമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത് ഈ പൊഴി മുറിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ കാലതാമസമാണ്. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ 4-5 ദിവസമായി ഈ പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിൽ അകപ്പെട്ടിട്ടും ഇതേവരെ പൊഴിമുഴിക്കാൻ സർക്കാർ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അടക്കം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നാണ് പൊഴി മുറിക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, അങ്ങ് ആ ദൂരെ കാണുന്ന പാലമാണ് നമ്മൾ ദേശീയപാതയിലുള്ള തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് അറിയപ്പെടുന്ന ജീപ്പാണ്, അതായത് ബണ്ടാണ്. അതിന്റെ ഷട്ടറുകളാണ് കഴിഞ്ഞ ദിവസം തുറന്നിട്ടുള്ളത്. പക്ഷെ ആ ഷട്ടർ തുറന്ന് ഇവിടേക്ക് വരുന്ന വെള്ളം കടലിലേക്ക് പോകാൻ യാതൊരു സംവിധാനവുമില്ല എന്ന് നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ ഈ വെള്ളം, അവിടെ നിന്ന് കടന്നു വരുന്ന വെള്ളം ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള ഈ ആകെയുള്ള ഈ പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് നോക്കൂ, ആ സ്പിൽവേയിൽ നിന്ന് ഷട്ടറിൽ നിന്നും പുറത്തു വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള ആകെ സ്ഥലം ഇപ്പോൾ ഇതാണ്. കഴിഞ്ഞ ദിവസത്തെ ആരോപണത്തിന് ശേഷം ഇപ്പോൾ 3 JCBകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണ്. പക്ഷെ ആ മാറ്റുന്ന മണ്ണ് നിങ്ങൾക്ക് കണ്ടാലറിയാം, വളരെ അശാസ്ത്രീയമായി വീണ്ടും ആ മുകളിലേക്ക് തന്നെ കയറ്റിയിട്ട് ഇവിടെ വീണ്ടും ഒരു മണലിന്റെ വലിയ ഒരു തടയണ നിർമ്മിക്കപ്പെടുകയാണ്. പക്ഷേ ഈ 3 JCBകൾ കൊണ്ട് പണിതാൽ ഈ വെള്ളം പൂർണ്ണമായും ഒലിച്ചു പോകാനുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കില്ല. ആ സംസ്ഥാന സർക്കാരിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അനാസ്ഥ, ഇതിനോടുള്ള ഈ പ്രളയം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള അവരുടെ മനസ്ഥിതി എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചെറിയ അളവിൽ വലിയ തോതിൽ ഒഴുകി വരുന്ന വെള്ളം കടലിലേക്ക് പോകാനുള്ള ആകെയുള്ള പ്രദേശമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ മണ്ണെടുത്ത് ഇവിടെ അതിന്റെ തൊട്ടടുത്തേക്ക് തന്നെ മറ്റൊരു മണൽ കൂനയായി നീക്കിയിടുന്ന പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് വളരെ അശാസ്ത്രീയമായ ഒരു പ്രവർത്തനമാണ്. ആകെ 3 JCBകൾ കൊണ്ട് ഇനി ആഴ്ചകൾ പണിതാൽ പോലും ഇവിടെ മികച്ച രീതിയിലുള്ള ഒരു പൊഴിമുറിക്കൽ സാധ്യമാകില്ല എന്ന് ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ഇതാണ് കേരളത്തിലെ ഫ്ലഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഈ പ്രവൃത്തി ചെയ്യേണ്ടത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ പൊഴിമുറിക്കൽ എന്ന പേരിൽ വലിയൊരു നാടകമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ച് സംസ്ഥാന സർക്കാർ പന്താടരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രമാത്രം നിരുത്തരവാദപരമായാണ് സംസ്ഥാന സർക്കാർ പ്രളയകാലത്തെ കണ്ടിരുന്നത്, എന്ത് മുൻകരുതൽ അവരെടുത്തിരുന്നു എന്നതിനുള്ള ചിത്രമാണ് നിങ്ങൾക്ക് ഈ തോട്ടപ്പുഴയിൽ വന്നാൽ ഏതൊരു മനുഷ്യനും കാണാൻ സാധിക്കുന്നത്. കാരണം യാതൊരു സജ്ജീകരണങ്ങളും അവർ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒഴുകി വന്ന വെള്ളം ഈ തോട്ടപ്പള്ളി ചീപ്പിന്റെ അപ്പുറത്തെ സൈഡ് കായലാണ്. അവിടെ വന്ന് ആ ഷട്ടറിന്റെ അപ്പുറത്ത് മാലിന്യവും ചെളിയും മണലും എല്ലാം അടിഞ്ഞുകൂടി വെള്ളം അവിടെ കെട്ടിനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആ മാലിന്യം നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. ആ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം ഒഴുകി വരുന്ന വെള്ളം കടന്നുപോകാൻ സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പൊഴിമുറിക്കൽ എന്ന പേരിൽ ഇപ്പോൾ പ്രളയത്തിൽ ജനം മുങ്ങിക്കിടക്കുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ കിടപ്പാടം ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചപ്പോൾ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുമ്പോഴാണ് സർക്കാർ പൊഴിമുറിക്കലിനെ പറ്റി ആലോചിച്ചു തുടങ്ങിയത്. അതും 3 JCB ഇട്ടു മാത്രം. ഇതാണ് ഇവിടെ നിന്ന് ഉള്ള അവസ്ഥ. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും. വലിയ പ്രതിഷേധം സംസ്ഥാന സർക്കാർ കാണേണ്ടി വരും. BJP ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇവിടേക്ക് JCBകളുടെ എണ്ണം കൂട്ടണം. മണൽ അടിയന്തരമായി നീക്കം ചെയ്യാൻ കൂടുതൽ JCBകൾ ഇവിടേക്ക് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായി ഇവിടെ കൂട്ടിയിടുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇല്ല എങ്കിൽ വലിയ പ്രതിഷേധം ഞങ്ങൾ നടത്തുന്നതായിരിക്കും. നമസ്കാരം.